എട്ടുകാലി മമ്മൂഞ്ഞി പോയതുപോലെ ഇവിടുത്തെ MLA തലയിൽ തുണിയിട്ടുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് BJPയുടെ കൂടി MLA ആയ പത്തനാപുരം MLA നീതി പാലിക്കുക, മര്യാദ പാലിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുക, പട്ടയം കൊടുക്കുക, PWD വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യിച്ചില്ലെങ്കിൽ ചോദിക്കാനും പറയാനോ ഈ നാട്ടിൽ ആളുണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇരുട്ടുകൊണ്ട് വോട്ടയടക്കരുത്. അത് നല്ലൊരു സ്വഭാവമല്ല. പത്തനാപുരത്തുകാരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുക. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ അനുവദിച്ചതും ഉത്തരവായതും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതുമായ വിവിധ വികസന കേരള കോൺഗ്രസ് ബി പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ച് PWD ഓഫീസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള ഫണ്ടുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുതിയ MLA പത്തനാപുരത്ത് വന്നതിന് ശേഷം അത് ഗണേഷ് കുമാർ കൊണ്ടുവന്നതാണ് എന്നുള്ളത് കൊണ്ട് PWD ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആരംഭിക്കണ്ട, തുടങ്ങണ്ട എന്ന് വർക്കുകൾ ASI, വർക്കുകൾ PSI, വർക്കുകൾ ടെൻഡർ ചെയ്തു, വർക്കുകൾ ടെൻഡർ കോൺട്രാക്ടർമാർ എടുത്തു, വർക്ക് ഓർഡർ കൊടുത്തു, കോൺട്രാക്ടർമാർക്ക് വർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വർക്ക് ഓർഡർ കൊടുത്തു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് ബി പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് പത്തനാപുരം PWD ഓഫീസ് കവാടത്തിലേക്ക് കടന്നു വന്ന് ഉത്തരവായതും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതുമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതികരിച്ചു കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ഈ സാറിന് വളരെയേറെ തിരക്കൊണ്ട് കാര്യങ്ങളുണ്ടെന്നാൽ ഈ ധർണാ സമരത്തിൽ ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ വന്ന് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പാർട്ടി നേതാക്കൾക്കും പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി തന്നെ പിന്നെ ക്ഷണിക്കുകയാണ്. തന്നെയുമല്ല ഓർഡറാണ് ഈ ഓർഡർ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതുകൂടെ കാണിക്കാൻ കൈ വെച്ചുകൊണ്ടാണ് സംസാരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുഴുവനായ ഗണേഷ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കേരള കോൺഗ്രസ്. ഈ ധർണയുടെ അധ്യക്ഷൻ, നിയമമണ്ഡലത്തിന്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീ നെടുവന്നൂർ സ്വാഗതം ആശംസിച്ച നിയമമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ റിയാസ് മുഹമ്മദ്, മറ്റ് ഈ ധർണയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ, നിയോജകമണ്ഡലം നേതാക്കൾ, പോഷക സംഘടനയുടെ സമാരാധ്യരായ നേതാക്കളെ, വനിതകളുടെ നേതാക്കൾ, യുവജന യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ദൃശ്യ പത്ര മാധ്യമ സുഹൃത്തുക്കൾ, ഒരു ധർണ നടത്തേണ്ടി വന്നതിൻ്റെ സാഹചര്യം ഇവിടെ രണ്ട് നേതാക്കന്മാരും തുടക്കത്തിൽ വിശദീകരിച്ചു. ഇത് അത്യന്താപേക്ഷിതമായ ഒരു സമരമായതുകൊണ്ടാണ് നമ്മളിത് നടത്താൻ തീരുമാനിച്ചത്. മറ്റൊന്നുകൊണ്ടല്ല, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലം MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിലും ഞാൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനം. 25 വർഷം മുമ്പ് പത്തനാപുരത്തെ ഇന്നത്തെ തലമുറ ഒരു പക്ഷേ അറിയില്ല, ഷാട്ട് പത്തനാപുരമായി. യാതൊന്നുമില്ലാത്ത പത്തനാപുരത്ത് താലൂക്ക് ആസ്ഥാനവും താലൂക്ക് ആസ്ഥാനം വരുന്നതിന് മുമ്പ് താലൂക്ക് ആസ്ഥാന മന്ദിരം, ആസ്ഥാനം വരുന്നതിന് മുമ്പ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ച നാടാണ് പത്തനാപുരം. പത്തനാപുരത്തിന്റെ സ്വപ്നമായിരുന്ന ഒരു താലൂക്ക്, അത് സാധിച്ചെടുത്തത് എൻ്റെ പരിശ്രമ ഫലമായിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ അനേകം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വന്നത്. ആ മാറ്റം എന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു പത്തനാപുരത്തുകാരുടെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള മാറ്റമായിരുന്നില്ല. കോൺഗ്രസ് BJP UDF BJP അലയൻസിന്റെ ഭാഗത്തുണ്ടായ ഒരു വിജയമാണ് പത്തനാപുരത്തെ MLA
കോലീബി സഖ്യത്തിന്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കോൺഗ്രസിന്റെയും UDF-ന്റെയും BJP-യുടെയും അന്തർധാര. അതായത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, സംസ്ഥാനത്ത് 30 മണ്ഡലങ്ങളിൽ ഈ അന്തർധാര ഉണ്ടാവുകയും ആ അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ആളുകൾ MLA ആവുകയും പകരമായി 3 സ്ഥലങ്ങളിൽ BJP MLA-മാരെ സൃഷ്ടിക്കാനും കഴിഞ്ഞു. അവിടെയെല്ലാം കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ വോട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 60,000 വോട്ട് എനിക്ക് പത്തനാപുരം നിയമമണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ BJP-ക്ക് കിട്ടേണ്ട 15,000-ഓളം വോട്ടിൽ വെറും 7,000 വോട്ട് മാത്രമേ BJP കിട്ടിയുള്ളൂ. 7,030 വോട്ടാണ്. ബാക്കി വോട്ടുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ UDF വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കി. ഏത് മോശപ്പെട്ട കൂട്ടുകെട്ടിലൂടെയും നഷ്ടപ്പെട്ട അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് കോൺഗ്രസിന്റെ സ്വഭാവമാണ്. കേരളത്തിൽ നമുക്കറിയാം, വൈസ് ചാൻസലർ സംഘപരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സംഘപരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലറോട് എന്തിനാണ് നിങ്ങൾ അത്തരത്തിലൊരു പരിപാടിക്ക് പോയതെന്നൊരു കത്ത് എഴുതി ചോദിക്കാൻ പോലും മന്ത്രിമാർ തയ്യാറായില്ല. പേടിയാണ്. എല്ലാ മേഖല വന്ദേ മാതരം മുഴുവനായിട്ട് പാടണം എന്ന് പറയുന്ന ഒരു മന്ത്രി പറയുകയാണ്, ലോക്ഭവനിൽ നിന്നും ഗവർണർ നൽകിയ നിർദ്ദേശമാണ്. ഗവർണറുടെ ഓഫീസിൽ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കും. BJP ഇരിക്കാൻ, സംഘപരിവാർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി UDF അധപ്പതിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ അധപ്പതിച്ചിരിക്കുക. എല്ലാ മേഖലകളിലും BJP-ക്കാരും RSS-കാരുമായിട്ടുള്ള ആളുകളെ വക്കീലന്മാരായിട്ട് വയ്ക്കുന്നു. ഞങ്ങളല്ല പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ KPCC-ക്കും AICC-ക്കും പരാതി കൊടുക്കുന്ന വിഷയമാണ്. BJP-ക്കാർ RSS-കാരായിട്ടുള്ള വക്കീലന്മാരെ സർക്കാർ വക്കീലായിട്ട് വയ്ക്കുക. അങ്ങനെ നിയമനങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം നടത്തുമ്പോൾ RSS സഹയാത്രികനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനായിട്ട് നിയമിക്കുക. ഇതൊക്കെ ഞങ്ങൾ പറയുന്നതല്ല. ഇതിന് എതിർപ്പ് രേഖപ്പെടുത്തുന്നത് കോൺഗ്രസുകാരായ നേതാക്കന്മാരാണ്. അവരാണ് AICC-ക്കും AICC ജനറൽ സെക്രട്ടറിക്കും AICC പ്രസിഡന്റും ഒക്കെ കത്തെഴുതുന്നത് ഞങ്ങളല്ല. അപ്പൊ ഈ സംസ്ഥാനത്ത് BJP-യോടൊപ്പം കൈകോർത്ത് പിടിച്ച് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ ഭാഗമാണ് പത്തനാപുരത്തെ BJP MLA. പത്തനാപുരത്ത് കോലീബി MLA ആണുള്ളത്. കോൺഗ്രസും BJP-യും ലീഗും ഒക്കെ ചേർന്ന ഒരു സഖ്യത്തിന്റെ MLA പത്തനാപുരത്തുണ്ട്. ആ MLA ആയി പ്രവർത്തിക്കുന്നതിൽ നമുക്ക് വിരോധം. ജനാധിപത്യ മര്യാദകളെ നമ്മൾ മാനിക്കും. ജയിച്ചത് തന്നെ MLA തന്നെ. പക്ഷേ നിറിയില്ലാത്ത പണികൾ കാണിച്ചാൽ അത് ചോദ്യം ചെയ്യുമെന്ന് മാത്രമേ ഈ ധർണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു എളിയ തുടക്കം മാത്രമാണ്. നമ്മൾ അക്രമ സമരങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കുക, MLA-യുടെ ഫണ്ട് ഉപയോഗിച്ച് പണം അനുവദിച്ചാൽ 2025-26 ഫണ്ടാണെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനിക്കാനുള്ള അധികാരം MLA-ക്കാണ്. അതിന്റെ ഭരണാനുമതി നൽകാൻ ആ MLA-ക്കാണ് അധികാരം. ഭരണാനുമതി കളക്ടർ നൽകി കഴിഞ്ഞാൽ ആ കെട്ടിടമാണെങ്കിലും റോഡാണെങ്കിലും അത് നിർമ്മിക്കുകയും അന്നത്തെ MLA ആരാണോ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുകയും ചെയ്യണം എന്നാണ് MLA ഫണ്ടിന്റെ വ്യവസ്ഥ. സൊല്ലു പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ ഫണ്ട് പോലെ ലാപ്സാവുന്ന ഫണ്ടല്ല ഈ ഫണ്ട്. അങ്ങനെയാണെങ്കിൽ വേണ്ട 1.5 കോടി രൂപ കാര്യറയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗണേഷ് കുമാർ MLA-യുടെ ഫണ്ടിൽ നിന്നും പഞ്ചായത്ത് അടച്ചിട്ടുണ്ട്. അതെടുത്ത് കളയാൻ പറ്റുമോ? അത് ചെലവഴിച്ചല്ലേ പറ്റൂ. അതെടുത്ത് റെയിൽവേക്ക് അടയ്ക്കണം, പഞ്ചായത്ത് അടയ്ക്കും. അടച്ചുകൊണ്ട് ബാക്കി MP കൊടുക്കാവുന്ന പൈസ കൂടി കൊടുത്തു കഴിഞ്ഞാൽ, MP കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൂടി കൊടുത്താൽ മണ്ണാങ്കുഴിയിൽ ഒരു മേൽപ്പാലം ഉണ്ടാകും. ഉദാഹരണം ഞാൻ പറഞ്ഞ ഇപ്പൊ വായനശാലയുടെ കല്ലിടാൻ എന്തുകൊണ്ടാണ് ജിയാസുദ്ദീൻ അർഹനല്ലാത്തത്? താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജിയാസുദ്ദീന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നടത്തുന്ന പ്രതിദാനം ചെയ്യുന്ന ഒരു വായനശാല. ആ വായനശാലയ്ക്ക് MLA എന്ന നിലയിൽ ഗണേഷ് കുമാർ അനുവദിച്ച ഫണ്ടിന് ഭരണാനുമതി കൊണ്ട് ടെൻഡർ വിളിച്ചു. കോൺട്രാക്ടർ വന്നു, എഗ്രിമെന്റ് ഇട്ടു, വർക്ക് ഓർഡർ കിട്ടി, എഗ്രിമെന്റ് ഇട്ടു. അദ്ദേഹം കോൺട്രാക്ടർ പണിയാൻ വരുമ്പോൾ അത് തടയാൻ ഇപ്പോഴത്തെ MLA-ക്ക് യാതൊരു അർഹതയുമില്ല, അധികാരവുമില്ല, അവകാശവുമില്ല. പിന്നെ തടയാം. ഒരു ഉടുപ്പവും നാണവും ഇല്ലെങ്കിൽ വിളിച്ച് പണിയണ്ടെന്ന് പറയാം. ഇതിനാണ് നെടുവല്ലൂരിലും റിയാസും പറഞ്ഞ പോലെ പണി താമസിപ്പിച്ച് കൊണ്ടുപോയാൽ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ക്രെഡിറ്റ് അയാൾക്ക് കിട്ടുന്നതാണ്. ഇനി 50 കൊല്ലം കഴിഞ്ഞ് ഇത് പണിഞ്ഞാലും ഗണേഷ് കുമാറിന്റെ പേര് എഴുതി വെക്കണം. കാരണം അങ്ങനെയാണ് ഉത്തരവ്. അന്നത്തെ MLA അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പൊ ആ MLA അനുവദിച്ച ഫണ്ട് ഇന്ന വർഷത്തെ ഫണ്ട് എന്നെ എഴുതി വയ്ക്കാൻ പറ്റും. എല്ലാ റെക്കോർഡുകളിലും അങ്ങനെ പറ്റൂ. നിങ്ങൾ ഇരുട്ടുകൊണ്ട് വോട്ട് അടയ്ക്കരുത്. അത് നല്ലൊരു സ്വഭാവമല്ല. പത്തനാപുരത്തുകാരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുണ്ടയത്തെ പാലം. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചവന്റെ കൂടെ പോയി
വോട്ട് ചെയ്തതിന്റെ ഫലം പത്തനാപുരത്തുകാർ അറിയണമെങ്കിൽ ഇവന്മാർ ഇതെടുത്ത് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി ഇത് റദ്ദാക്കണം. കമ്മൂഞ്ചേരി പട്ടയം കൊടുത്തുകൊണ്ടിരുന്നാണ് 84 പട്ടയം ഞാനാണ് കൊടുത്തത്, എന്റെ കൈ കൊണ്ടാണ് കൊടുത്തത്. ബാക്കി പട്ടയം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കൊടുക്കണം. ഇവിടെ അത് റെഡിയാണ്, അത് കൊടുക്കണം ഉദ്യോഗസ്ഥന്മാർ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ സുല്ല് പറഞ്ഞ പോലെ കളക്ടറെ കാണാൻ നമ്മുടെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികളും LDF നേതാക്കളും പോകേണ്ടി വരും എന്ന് എനിക്ക് പറയാം. മന്ത്രിസഭ തീരുമാനം നടപ്പിലാക്കണം. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരത്തെ മന്ത്രിസഭാ തീരുമാനം, കനാൽ പുറമ്പോക്കിന് പട്ടയം കൊടുക്കാനുണ്ടായ തീരുമാനം, അതുപോലെ വന്നുള്ള ഭാഗത്തുള്ള RBL പട്ടയത്തിന്റെ കാര്യം, ഇതെല്ലാം പരിഹാരം കണ്ടതാണ്. ആ പട്ടയങ്ങളെല്ലാം കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ വലിയ ജനകീയ മുന്നേറ്റം നേരിടേണ്ടി വരും UDF സർക്കാരിന് എന്ന് ഞാൻ പറയാം. ഈ നാട്ടിൽ എട്ടുകാലി മമ്മൂഞ്ഞി പോയതുപോലെ ഇവിടുത്തെ MLA തലയിൽ തുണിയിട്ടുകൊണ്ട് പോകേണ്ടി വരും. പത്തനാപുരം വഴി എട്ടുകാലി മമ്മൂഞ്ഞി പോയ കഥ പോലെ തലയിൽ തുണിയിട്ട് പോകേണ്ട ഗതികേടുണ്ടാകുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പുലിയെ പിടുത്താൻ അല്ലല്ലോ MLAയുടെ ജോലി. പുലിയെ പിടിച്ച് ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലി വെച്ചു കൊടുത്തു. ഏതാ ഇവിടുത്തെ പുലി സഞ്ചാരശേഷി ഇല്ലാത്ത സാധനമല്ലേ, അതിനെ കൊണ്ടുവന്ന് അങ്ങ് അച്ചൻകോലി റോഡിൽ കറവൂരിന്റെ അപ്പുറത്ത് പിടിച്ച് അച്ചൻകോലി റോഡിൽ കൊണ്ടുവിട്ടു. റോഡിൽ കൂടെ തന്നെ പോരാ, കാട്ടിക്കൂടെയും വരില്ല. കാട്ടിക്കൂടെ ആണെങ്കിൽ പുലിക്ക് ഉളച്ചോ നേരത്തെ ഇങ്ങെത്താം, വളരെ വേഗം ഷോർട്ട് കട്ട് പോയാ അതിന് ചാടിയും പോയി. അവിടെ കൂടെ പോയിക്കൊണ്ടിരുന്ന ആന വെള്ളം കുടിച്ചേച്ച് അതുവഴി പോകുമായിരുന്നു. അതിനെ ഓടിച്ച് കറവൂർ കൊണ്ടുവന്ന് തമ്പാച്ചാന്റെ വീടിന്റെ പറമ്പിൽ നിൽക്കുന്ന ആന വീട്ടിന്റെ പുറകിൽ കറവൂർ റോഡ് ക്രോസ് ചെയ്ത് ചക്കയിൽ നിന്നുകൊണ്ട് അവിടെ നിൽക്കുക. ഇതൊക്കെ മണ്ടത്തരങ്ങളുടെ ഭാഗമാണ്. കിടങ്ങ് കുഴിക്കാനും കോടിക്കണക്കിനുള്ള കിടങ്ങ് കുഴിക്കാനും 1.5 കോടിയിലധികം രൂപയുടെ ഫെൻസിങ് കെട്ടാനും ഒക്കെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അന്നത്തെ വനം വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ, നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ പോലും പൂർത്തിയാക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. അതൊക്കെ തീർത്തു തരും. അല്ലാതെ കുറ്റവും കുറവും പറഞ്ഞ് റീൽസ് അടിച്ചിടാൻ ഏത് വായി നോക്കിക്കാൻ പറ്റും? റീൽസ് ഉണ്ടാക്കാനല്ല ഒരു MLAയുടെ പണി, നാടിന്റെ വികസനം ഉണ്ടാക്കാനാണ് MLAയുടെ പണി. ആളുകളെ സൂചിപ്പിച്ചും കളിപ്പിച്ചും കുറെ കാലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ സമരം ചെയ്യണം നിങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഈ വർക്കുകൾ ഇനി താമസിച്ചാൽ സിമെന്റിന്റെയും കമ്പിയുടെയും ടാറിന്റെയും എല്ലാം വില വർധന വരുമ്പോൾ ഈ വർക്കുകളൊന്നും തന്നെ നടക്കാതെ പോകും. ഇത് പൊതുമുതലിന്റെ നശീകരണമാണ്. കാരണം MLAയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ വീട്ടിലെ ഫണ്ടല്ല, കുടുംബസ്വത്തല്ല. MLA എന്ന നിലയിൽ അനുവദിച്ചു കൊടുത്ത അന്നത്തെ ഫണ്ട്, ആ ഫണ്ടിന്റെ മൂല്യം നിലനിർത്തിക്കൊണ്ട് അത് ചെയ്യണം. അപ്പൊ ആ ഒരു ആശുപത്രിയെ പറ്റി കൂടി പറയാം. അഭിമാനത്തോടെ പറയട്ടെ, ശ്രീ മുരളീധരനെ ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ K. കരുണാകരൻ രാഷ്ട്രീയത്തിൽ എന്റെ വഴികാട്ടിയാണ്. ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തി. അന്നും ഇന്നും മുരളീധരൻ തള്ളി പറഞ്ഞിട്ട് ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ ഇത്തരം മണ്ടത്തരത്തിനോട് നടക്കരുത്. കേരളത്തിലെ സ്വകാര്യമായ ഇന്ത്യയിൽ ആദ്യമായ വിമാനത്താവളം പ്രൈവറ്റ് മേഖലയിൽ സൃഷ്ടിച്ച നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന ആശയം കൊണ്ടുവന്ന ആശയസമ്പുഷ്ടനായ കരുണാകരന്റെ മകൻ കാലത്തെ പുറകോട്ട് മരിക്കാൻ ഇതുപോലുള്ള ആളുകളുടെ കൂടെ കഞ്ഞിക്കുഞ്ഞാവന്മാരുടെ കൂടെ നടക്കുന്നത് ശരിയല്ല. കാരണം വേറൊന്നുമല്ല, 5 നക്ഷത്ര ഹോട്ടലിനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അഭിമാനകരമായ നേട്ടമായി നമ്മൾ കാണും. 108 നിയമനങ്ങൾ, ഹൈലൈറ്റ് ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ഡോക്ടർമാരടക്കം 108 നിയമനങ്ങൾ, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെല്ലാം പല സ്ഥലത്ത് ഇരിക്കുകയാണ്. കൊണ്ടുപോകാം, അതെല്ലാം കൊണ്ടുപോകാം. ഡോക്ടർമാര്, നേഴ്സുമാര്, ടെക്നീഷ്യൻ എല്ലാം ഉണ്ട്. പിന്നെ താലൂക്ക് ആശുപത്രിയിൽ MRI ഇല്ല, CT സ്കാൻ ഇല്ല. CT സ്കാൻ ആരാണ് അനുവദിക്കേണ്ടത്? ആരോഗ്യവകുപ്പാണ്. കാരണം ആരോഗ്യവകുപ്പ് എന്താ ചെയ്യേണ്ടത്? അതിനുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട്. CT സ്കാനൊക്കെ കിട്ടുമായിരുന്നു. മെഷീനൊക്കെ ഞാൻ CSR ഫണ്ടിൽ സംഘടിപ്പിക്കുമായിരുന്നു. ഡയാലിസിസിനുള്ള മെഷീൻ എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. ഡയാലിസിസ് ഉണ്ട് അതിനകത്ത്. പിന്നെ പീഡിയാട്രിക് ICU ഉണ്ട്. അത് മനസ്സിലാകാൻ അറിയത്തില്ല, എന്തുവാന്ന് മനസ്സിലായി കാണത്തില്ല ഇവിടുത്തെ MLAക്കും കൂടെ ഉള്ളവന്മാർക്കും. കാരണം പീഡിയാട്രിക് ICU എന്ന് പറയുന്നത് ഇവിടെ അടൂർ പോയി പാപ്പച്ചൻ ഡോക്ടറുടെ ലൈഫ് ലൈൻ ആശുപത്രി മാത്രമേ ഉള്ളൂ പീഡിയാട്രിക് ICU. അപ്പൊ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അപകടകരമായ നിലയിൽ അവരെ ആദ്യ ദിനങ്ങളിലെ അപകടകരമായ നിലയുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ സർക്കാർ ആശുപത്രിയിൽ നമുക്ക് സൗകര്യമില്ല. പുല്ലൂരില്ല, കൊട്ടാരക്കരയില്ല, അടൂരില്ല, എങ്ങുമില്ല. പാപ്പച്ചൻ ഡോക്ടർ ഹോസ്പിറ്റലിലേക്കാണ് എല്ലാവരും കൊണ്ടുപോകുന്ന പാവങ്ങൾ പോലും. കാരണം അവിടെയുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം പത്തനാപുരത്തെ ആശുപത്രി ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞത് കുറ്റമാണെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. പിന്നെന്താ, നിങ്ങൾ മനസ്സിലാക്കാം, ഒരു നില കൂടി പണിയാൻ ബാക്കിയുണ്ട്. അതുകൂടി പണിതാൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ പത്തനാപുരം താലൂക്ക് ആശുപത്രി കഴിയും. പത്തനാപുരം താലൂക്ക് ആശുപത്രി രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇവരെല്ലാം വിട്ടുപോയൊരു കാര്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, പത്തനാപുരത്ത് ആശുപത്രി വരാൻ, ആശുപത്രിയിൽ എന്തൊക്കെ വേണം എന്ന് നിങ്ങൾക്ക് ഇമെയിൽ വഴി, എഴുത്തുകൾ വഴി സജസ്റ്റ് ചെയ്യാം. ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ എമ്പാട് നിന്നും പത്തനാപുരത്തുകാരും അല്ലാത്തവരും ഈ ആശുപത്രിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രതികരിച്ചത്. അതിലൊരു പ്രതികരണം ഞാൻ ഓർക്കുകയാണ്. എല്ലാ മതസ്ഥർക്കും ആശുപത്രി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ മുറി വേണം, സർവ്വമത പ്രാർത്ഥനാ മുറി വേണം. ഒരാൾ എഴുതിയ ഇതെല്ലാം സ്വീകരിച്ചു. ഇതെല്ലാം ഉണ്ട്. അന്ന് പറഞ്ഞ എല്ലാ നല്ല ആശയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്തനാപുരത്തുകാരും അല്ലാത്തവരുമായ ആളുകൾ പറഞ്ഞ നല്ല ആശയങ്ങൾ, ആ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ആശുപത്രി നിർമ്മിച്ചത്.
ഈ ആശുപത്രി രൂപകൽപ്പന ചെയ്ത് കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരാണ്. ഡിസൈൻ ചെയ്ത് കിട്ടിക്ക് വേണ്ടി ചെയ്തത് കൺസൾട്ടന്റാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളോടും കൂടി ഈ ആശുപത്രി, ഈ താലൂക്ക് പിഴക്കൂടി മന്ദിരത്തിന്റെ മേളിലുള്ള ഹാളിൽ വെച്ച് ഷാദുഷാ ഡോക്ടറെ, ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ആശുപത്രി സൃഷ്ടിച്ചെടുത്ത മിടുക്കനായ ഷാദുഷാ ഡോക്ടറെ ഞാൻ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ കൂടി കൺസൾട്ടൻസി, അതുപോലെ എല്ലാ ഡോക്ടർമാരുടെയും നിർദ്ദേശത്തോടെയാണ് ഈ ആശുപത്രി രൂപ. ഗണേഷ് കുമാർ ആശുപത്രി രൂപ ഞാൻ പണ്ട് ആശുപത്രി നടത്തിയിരുന്ന ആളല്ല, ഞാൻ ഡോക്ടറുമല്ല. പക്ഷേ ഇത്രയും വിദഗ്ധരായ ആളുകളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര്, മറ്റ് ടെക്നീഷ്യൻസ്, നേഴ്സുമാർ, ഇവരുടെ എല്ലാം സൗകര്യങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഈ ആശുപത്രി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ പരിപാടിയില്ല, അത് നടപ്പിലാക്കാൻ ആംബിയർ UDF സർക്കാരിന് MLAക്ക് ഇല്ലെങ്കിൽ അതങ്ങ് സമ്മതിക്കും. വളച്ചു കെട്ടി കുറെ കൂടെ വന്ന് മൂക്കി പിടിക്കണേ നേരിട്ട് പിടിക്കും, വളച്ചു കെട്ടിയിട്ട് പിടിക്കണ്ട. അതുകൊണ്ട് അത്തരം വേലകളൊന്നും ഇവിടെ വേണ്ട, പത്തനാപുരത്തിന്റെ മണ്ണിൽ വേണ്ട. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പത്തനാപുരത്തുകാർക്ക് ഒരു അബദ്ധം പറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ഈ കൂട്ടുകെട്ട്, അവിശുദ്ധമായ വർഗീയ കൂട്ടുകെട്ടാണ് പത്തനാപുരത്തിന് കോൺഗ്രസ് BJP MLA ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഓർമ്മിപ്പിക്കാൻ അവസരത്തുകൂടി. അതുകൊണ്ട് BJPയുടെ കൂടി MLA ആയ പത്തനാപുരം MLA നീതി പാലിക്കുക, മര്യാദ പാലിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുക, പട്ടയം കൊടുക്കുക, പിഴക്കൂടി വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യിച്ചില്ലെങ്കിൽ ചോദിക്കാനും പറയാനോ ഈ നാട്ടിൽ ആളുണ്ടെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം നെറികെട്ട പരിപാടികൾ ഒരു നാടിന്റെ പുരോഗതിക്കും നാട്ടുകാർക്കും നല്ലതല്ല എന്ന് ഈ സ്വാതന്ത്ര്യ ദിനം അടുത്തിരിക്കുന്ന ദിനങ്ങളിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടി ഈ നാടിനെ മുന്നോട്ട് നയിക്കാം. ഈ റോഡിൽ തന്നെ കോടതി അനുവദിച്ചു, ഈ റോഡിൽ തന്നെ കോടതിക്കുള്ള സ്ഥലം എടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് വേണ്ടി ഏതാണ്ട് 16-18 കോടി രൂപ ബാലഗോപാലിനെ കൊണ്ട് ബഡ്ജറ്റിൽ സാങ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞേക്കാം. ഈ കോടതി എന്റെ ആണെന്ന് പറഞ്ഞു വരരുത്, കോടതി നമ്മുടെ തന്നെയാണ്, LDF സർക്കാരിൻ്റെതാണ്. ഇതിന്റെ പുറകിൽ, ഈ പള്ളിയുടെ പുറകിലായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെയാണ് കോടതി സമുച്ചയം വരുന്നത്. കോടതി സമുച്ചയത്തിന്റെ രൂപകൽപ്പനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചതാണ്. ഹൈക്കോടതി പരിശോധിച്ച് അംഗീകരിച്ചു തന്ന ഡിസൈനുണ്ട്. ആ ഡിസൈൻ അനുസരിച്ച് എത്രയും പെട്ടെന്ന് കോടതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടു. തടഞ്ഞു വെച്ചേക്കുന്ന എല്ലാ വർക്കുകളുടെയും പണി ഏതാനും ദിവസങ്ങൾക്കകം തുടങ്ങാൻ കോൺട്രാക്ടർമാരെ, എഞ്ചിനീയർമാരെ അനുവദിച്ചില്ലെങ്കിൽ എഞ്ചിനീയർമാർ വേറെ പണിക്ക് റോഡിലോട്ട് ഇറങ്ങി നടക്കത്തില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.